ഓവർ റൈറ്റിംഗ് ഇൻപുട്സ്. ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് അല്ലെങ്കിൽ ഓവർ ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് പഠിക്കുന്ന ടൈമിൽ അതിപ്പോൾ ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിക്കോട്ടെ, SR-ഓ JK-യോ DO TO ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിലും അതിന് നമ്മൾ പഠിച്ചിട്ടുള്ള മെയിനായിട്ട് ആ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പാർട്ടായിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് കാണും, ഔട്ട്പുട്ട് കാണും. പിന്നെ അത് കൂടാതെ ഒരു ക്ലോക്ക് ഇൻപുട്ടും കാണും. ഇത് മൂന്നുമാണ് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് വരുന്ന കണക്ഷൻസ്. ഇത് കൂടാതെ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ വരുന്ന രണ്ട് കണക്ഷൻസ് ആണ് പ്രീസെറ്റും ക്ലിയറും. ഈ പ്രീസെറ്റിനെയും ക്ലിയറിനെയും കൂടി ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് അല്ലെങ്കിൽ ORI. ഈ ഓവർ റൈറ്റിംഗ് ഇൻപുട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് ഒരു ലോ ആക്റ്റീവ് സിഗ്നൽ ആണ്. അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബ്രെഡ് ബോർഡിൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുത്ത് കണക്ട് ചെയ്തേക്കാണ്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കണക്ഷൻ വയേഴ്സ് ഉപയോഗിച്ച് ഇൻപുട്ട് കൊടുക്കുകയും ഔട്ട്പുട്ട് എടുക്കുകയൊക്കെ ചെയ്യുന്ന ടൈമിൽ നമുക്കിപ്പോൾ പ്രീസെറ്റോ അല്ലെങ്കിൽ ക്ലിയർ എന്നോ പറയുന്ന ഓവർ റൈറ്റിംഗ് ഇൻപുട്ടുകളെ ആക്റ്റീവ് ആക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കണക്ഷനിൽ നമുക്ക് പ്രീസെറ്റ് ഇൻപുട്ടോ അല്ലെങ്കിൽ ക്ലിയർ ഇൻപുട്ടോ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്രീസെറ്റ് അല്ലെങ്കിൽ ക്ലിയറിലേക്ക് ലോജിക് 0 ആണ് കണക്ട് ചെയ്യേണ്ടുന്നത്. അല്ലെങ്കിൽ ആ ഒരു സ്വിച്ച് ഓഫ് ആക്കിയിടുകയാണ് വേണ്ടത്. ഇതാണ് ലോ ആക്റ്റീവ് സിഗ്നൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഓവർ റൈറ്റിംഗ് ഇൻപുട്ടിന് അങ്ങനെ ഒരു പേര് വന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, നോർമലി നമുക്കറിയാം നമ്മളൊരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, നമ്മൾ അതിനൊരു ഇൻപുട്ട് കൊടുക്കുന്നു, നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടും. പിന്നെ നമുക്കിപ്പോൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന് നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു, നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഔട്ട്പുട്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ചേഞ്ച് വരുന്നത് ഒരു ക്ലോക്ക് സിഗ്നൽ അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ D ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. D ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ഇൻപുട്ടിൽ എന്ത് കൊടുക്കുന്നോ അത് തന്നെ ഔട്ട്പുട്ടിൽ കിട്ടും. ഇപ്പൊ 0 കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ടിൽ 0 കിട്ടും, 1 കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ടിൽ 1 കിട്ടും. ഇനി ഇപ്പൊ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് ഒരു ഹൈ സ്റ്റേറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതിന്റെ ആ ഒരു സ്റ്റേറ്റിന് ഇപ്പൊ ചേഞ്ച് ചെയ്ത് ലോ ആവുന്നു. ആ ഒരു ചേഞ്ച് വരുന്നത് നമ്മുടെ ക്ലോക്ക് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഡെഫിനിഷൻ പഠിക്കുന്നുണ്ട്. ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ സ്റ്റേറ്റിന് ചേഞ്ച് വരുന്നത് ക്ലോക്ക് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തും ആയിരിക്കും. ഇതാണ് നോർമലി വരുന്നത്. അപ്പൊ എപ്പോഴും നോക്കി നമ്മുടെ ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത്. ഈ ഓവർ റൈറ്റിംഗ് ഇൻപുട്ടുകളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ഒരു ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് കൊടുക്കുന്നു. അതിപ്പോ പ്രീസെറ്റ് ഇൻപുട്ട് ആവാം അല്ലെങ്കിൽ ക്ലിയർ ഇൻപുട്ട് ആവാം. നമ്മളൊരു ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആ ഓവർ റൈറ്റിംഗ് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞു ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് എന്ന് പറയുന്നത് പ്രീസെറ്റും ക്ലിയറും ആണ്. അത് ലോ ആക്റ്റീവ് സിഗ്നൽസ് ആണ്. അതായത് പ്രീസെറ്റിന്റെ വാല്യൂ 0 ആയിരിക്കുമ്പോഴാണ് പ്രീസെറ്റ് ആക്റ്റീവ് ആവുന്നത്, ക്ലിയറിന്റെ വാല്യൂ 0 ആയിരിക്കുമ്പോഴാണ് ക്ലിയർ ആക്റ്റീവ് ആവുന്നത്. ഇനി ഈ പ്രീസെറ്റിനും ക്ലിയറിനും അനുസരിച്ച് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ, ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രീസെറ്റ് ഇൻപുട്ട് 0 ആണെങ്കിൽ ആ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അത് കണക്ക് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലിയർ ഇൻപുട്ട് 0 ആണെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആ ടൈമിൽ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് നോക്കത്തേ ഇല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ D ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ D ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് ആയിട്ട് 0 കൊടുത്തു. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്താണ്? D ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ഇൻപുട്ട് എന്ത് കൊടുക്കുന്നോ അത് തന്നെ ഔട്ട്പുട്ട് കിട്ടും. സോ നമ്മൾ ഇൻപുട്ട് 0 കൊടുത്തപ്പോൾ ഔട്ട്പുട്ട് നമ്മൾ 0 എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ആ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രീസെറ്റ് ഇൻപുട്ട് 0 ആക്കി. അപ്പോ നോക്കിയേ, D ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻപുട്ട് എന്ത് കൊടുക്കുന്നോ അത് തന്നെ ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ നമ്മൾ ഇൻപുട്ട് 0 കൊടുത്താൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആണ്. പക്ഷെ നമ്മൾ ആ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രീസെറ്റ് ഇൻപുട്ട് 0 ആക്കിയേക്കാണ്. അപ്പൊ പ്രീസെറ്റ് 0 ആണെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് നമ്മൾ നോക്കത്തേ ഇല്ല. ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും വരിക. അതേപോലെ തന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ D ഫ്ലിപ്പ് ഫ്ലോപ്പ് തന്നെ വീണ്ടും യൂസ് ചെയ്യുന്നത്, നമ്മൾ ആ D ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് ആയിട്ട് 1 കൊടുക്കുകയാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് 1 തന്നെ ആയിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലിയർ ഇൻപുട്ട് 0 ആക്കി. അപ്പൊ ക്ലിയർ ഇൻപുട്ട് 0 ആണെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് നോക്കത്തേ ഇല്ല, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും വരുന്നത്. അതായത് നമ്മൾ ഇൻപുട്ടിനെ നോക്കത്തേ ഇല്ല. ഈ പ്രീസെറ്റും ക്ലിയറും
ആക്റ്റീവ് ആണെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ടിന് പിന്നെ അവിടെ ഒരു റോളും ഇല്ല. ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടേണ്ടുന്ന ഔട്ട്പുട്ട് എന്തോ ആവട്ടെ അത് മൈൻഡ് ചെയ്യില്ല. ആ കിട്ടേണ്ടുന്ന ഔട്ട്പുട്ടിനെ ഓവർ റൈറ്റ് ചെയ്യാണ് ഈ പ്രീസെറ്റും ക്ലിയർ എന്നും പറയുന്ന ഓവർ റൈറ്റിംഗ് ഇൻപുട്ടുകൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് ആ ഒരു പേരും വന്നേക്കുന്നത്. ഇത്രയേ ഉള്ളൂ നമുക്ക് ഓവർ റൈറ്റിംഗ് ഇൻപുട്ടുകളെ പറ്റി പറയാനാണെങ്കിൽ.